DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 7 വ്യാഴം. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില തിരിച്ചു കയറുകയാണ്. ഇന്ന് പവന് 240 രൂപയാണ് വർദ്ധിച്ചത്. 1,11,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 30 രൂപയാണ് വർദ്ധിച്ചത്. 13,975 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെ രാവിലെ ഒറ്റയടിക്ക് 1,560 രൂപ വർദ്ധിച്ചെങ്കിലും ഉച്ചയോടെ 400 രൂപ തിരിച്ചിറങ്ങിയിരുന്നു. അടുത്തറിയിപ്പ്, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 18 മുതൽ 55 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള തൊഴിൽ രഹിത സ്ത്രീകൾക്കും കുടുംബശ്രീ CDSകൾക്ക് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്കും 16 മുതൽ 32 വയസ്സ് വരെയുള്ള പ്രായക്കാർക്ക് വിദ്യാഭ്യാസത്തിനും വായ്പ നൽകും. അക്ഷയ സെന്റർ ഇന്റർനെറ്റ് സേവാകേന്ദ്രം മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. അടുത്തറിയിപ്പ്, RBIയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന 2000 രൂപ നോട്ടുകളിൽ 98.47% ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. 2023 മെയ് മാസത്തിൽ നോട്ടുകൾ പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കുമ്പോൾ വിപണിയിലുണ്ടായിരുന്ന 3.56 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളിൽ ഇപ്പോൾ വെറും 5,451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് പൊതുജനങ്ങളുടെ കൈവശമുള്ളത്. നിലവിൽ സാധാരണ ബാങ്ക് ശാഖകൾ വഴി ഈ നോട്ടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കില്ലെങ്കിലും അവയ്ക്ക് നിയമസാധുത നഷ്ടപ്പെട്ടിട്ടില്ല. RBIയുടെ രാജ്യത്തുടനീളമുള്ള 19 ഇഷ്യൂ ഓഫീസുകൾ വഴി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നോട്ടുകൾ നേരിട്ട് മാറ്റുകയോ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുകയോ ചെയ്യാം. RBI ഓഫീസുകളിൽ നേരിട്ടെത്താൻ കഴിയാത്തവർക്ക് ഏതൊരു പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇൻഷുർ ചെയ്ത പോസ്റ്റ് വഴി നോട്ടുകൾ RBI ഓഫീസുകളിലേക്ക് അയക്കാവുന്നതാണ്. ഈ തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അടുത്തറിയിപ്പ്, റെയിൽവേ ഗേറ്റുകൾ അടയ്ക്കുന്ന സമയത്തോ അടച്ചു കഴിഞ്ഞോ നിയമം ലംഘിച്ച് വാഹനങ്ങൾ ഓടിച്ച് കയറ്റുന്നവർക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരിക്കുകയാണ്. ഇത്തരം നിയമലംഘനങ്ങൾ വലിയ അപകടങ്ങൾക്കും ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുന്നതിനും കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. റെയിൽവേ നൽകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ RTOമാർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നിലവിൽ ഇത്തരക്കാർക്കെതിരെ റെയിൽവേയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നുണ്ടെങ്കിലും ഇനി മുതൽ ലൈസൻസ് കൂടി നഷ്ടമാകുന്ന രീതിയിലുള്ള നടപടികളിലൂടെ ഗേറ്റ് നിയമലംഘനങ്ങൾ പൂർണ്ണമായും തടയാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അടുത്തറിയിപ്പ്, രാജ്യമാകെയുള്ള തൊഴിലാളികൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധന നടത്തുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ലേബർ കോഡുകളിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി. 40 വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് വർഷത്തിൽ ഒരിക്കൽ ആരോഗ്യ പരിശോധന നടത്തും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.